ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. ആദ്യമായിട്ടാണ് സ്വാതന്ത്ര്യദിനത്തിന് പമ്പിൽ പോയി പെട്രോൾ അടിച്ചപ്പോൾ ഒരു ഫ്ലാഗൊക്കെ പമ്പുകാർ തന്നു. അതേപോലെ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, വണ്ടിക്ക് E20 യൂസ് ചെയ്ത വണ്ടിക്ക് ഒരുപാട് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ അതിൽ ചെറിയൊരു ടിപ്സാണ്. ടിപ്സ് എന്ന് വെച്ചാൽ എത്രത്തോളം ഇത് വർക്കാവുമെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ചെറിയ രീതിയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഷോറൂമിൽ പോയപ്പോൾ ഷോറൂമുകാർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ കാർബറേറ്റർ ഓൾറെഡി ചേഞ്ച് ചെയ്തായിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കാർബറേറ്റർ ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, പഴയ കാർബറേറ്റർ തന്നെ മതിയായിരുന്നു. 220 ഓൾറെഡി ഇങ്ങനെ മിസ്സിങ് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴയ കാർബറേറ്റർ ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. പുതിയത് പെട്രോളും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആയതുകൊണ്ട് പുതിയതിലും ബെറ്റർ പഴയതാണ്. അപ്പോൾ പുതിയത് മാറാൻ നിൽക്കുന്ന ഒരു മാക്സിമം മാറാതെ പഴയത് തന്നെ സെറ്റാക്കി ഉപയോഗിക്കാൻ നോക്കുക. ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ഉപയോഗിക്കാൻ നോക്കുക. എൻ്റെ കാർബറേറ്റർ ലീക്കിങ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് ലീക്കിങ് കാര്യങ്ങളും സീനില്ലായിരുന്നു, നമുക്കത് സീലും കാര്യങ്ങളും ചെയ്ത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു. ഷോറൂമിൽ നിന്ന് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അപ്പം മാക്സിമം പഴയ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും മിസ്സിങ് വരത്തില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി എൻ്റെ പുതിയത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയാണ് തന്നത്, ഒരു നീഡിൽ അഡ്ജസ്റ്റ് ചെയ്ത്. ഇപ്പം ഇച്ചിരി മിസ്സിങ് വണ്ടി ചെറിയ രീതിയിൽ കുറവുണ്ട്. അപ്പം ഷോറൂമിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു അഡ്വൈസ് ഇതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തായാലും ഇത് മാറത്തില്ല, പെട്രോളിന് ഇഷ്യൂ ആണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഇട്ട വീഡിയോയുടെ ഇടയിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒപ്പീനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ, വണ്ടിയുടെ ഫ്യൂവൽ ഓഫ് ചെയ്യുന്ന ടാപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചോ, പോയിട്ട് നമ്മൾ ആ ലൊക്കേഷൻ എത്തുന്നതിന് തൊട്ട് കുറച്ച് മുമ്പായിട്ട് ഫ്യൂൽ ടാപ്പ് ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് നമ്മൾ കാർബറേറ്റർ കിടക്കുന്ന പെട്രോൾ ഉണ്ടല്ലോ, ആ പെട്രോൾ വണ്ടിയും കൂടെ മൂവ് ആവുമല്ലോ, മൂവ് ആയി ആ സ്പോട്ടിലെത്തുമ്പോഴത്തേന് പെട്രോൾ തീർന്നിരിക്കും. അപ്പോൾ കാർബറേറ്ററിൽ പെട്രോൾ കിടക്കത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പെട്രോൾ, അങ്ങനെ കാർബറേറ്ററിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് ഒന്ന് സൊല്യൂഷൻ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഒരുപാടൊന്നും മിസ്സിങ് ഫുള്ള് മാറി കിട്ടുകയും ചെയ്താൽ അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു സൊല്യൂഷൻ അത്രേ ഉള്ളൂ. ചെറിയ രീതിയിൽ ഒരു ചെറിയ ചേഞ്ചസ് ഉണ്ടാവും, അത്രേ പറയാൻ പറ്റൂ ഈ കാര്യത്തിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായം മാറ്റോ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് അല്ലോ മെസ്സേജോ ജസ്റ്റ് ഒന്ന് പറയുക.